അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ അമേരിക്ക മുന്നോട്ട് വച്ചത് ഇറാനുമായി സമാധാനത്തിലേക്ക് പോകണമെങ്കിൽ അതിൽ അനിവാര്യമായ ഘടകമാണ് സൗദി അറേബ്യ ഇസ്രയേലുമായി നോർമലൈസേഷൻ കരാർ അബ്രഹാം അക്കോർഡ്സിൽ കടന്നു വരണം എന്നത്. എന്നാൽ സൗദി അറേബ്യ ഈ കാര്യം കൃത്യമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് ട്രംപ് സൗദി അറേബ്യയെ ബന്ധപ്പെടുന്നു. എന്നാൽ വൈകുന്നേരം 5 മണിക്ക് സൗദി അറേബ്യ ട്രംപിന്റെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടാതെ ഒരിക്കലും ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാർ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവുകയില്ല. രാഷ്ട്രത്തിന് ആ ഒരു നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ കഴിയുകയില്ല. ഇത് രാഷ്ട്രത്തിന്റെ ഉറച്ച തീരുമാനമാണെന്നും ആ കാര്യത്തിന് വേണ്ടി ട്രംപ് കാത്തിരിക്കേണ്ടതുമില്ല എന്ന കാര്യം വളരെ കൃത്യമായി സൗദി അറേബ്യ ട്രംപിനെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനു ശേഷമാണോ ട്രംപ് ഇറാനെതിരെ ആക്രമണം നടത്തിയത് എന്നത് വ്യക്തമല്ല. എന്തായിരുന്നാലും സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളായ പാർലമെന്റ് സ്പീക്കർ ഖാലിബാബും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയും ഇപ്പോൾ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആയിരുന്നു അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയായി ഈ ചർച്ചകളിൽ നേതൃത്വം വഹിച്ചിരുന്നത്. ആ രംഗത്തേക്ക് ഇപ്പോൾ ഖത്തർ കൂടെ കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഇറാനുമായി സമാധാനത്തിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ 2 രാഷ്ട്രത്തിനുമേലും അമേരിക്ക വലിയ സമ്മർദ്ദ തന്ത്രമായിരുന്നു ഉപയോഗപ്പെടുത്തിയത്. അതായത് യുദ്ധം അവസാനിപ്പിക്കാം, സമാധാനത്തോടുകൂടെ മുന്നോട്ട് നീങ്ങാം, ഇറാനുമായി പീസ് പ്രഖ്യാപിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പാകിസ്ഥാനും ഖത്തറും സൗദി അറേബ്യയും ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാറിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ്. ഇത് ഇസ്രായേലുമായിട്ടുള്ള സൈനിക സഹകരണങ്ങൾ വരെ ഈ കരാറിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇടപെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലേറെ ഗുരുതരമായ രീതിയിൽ ഈ രാഷ്ട്രങ്ങളിൽ ഇസ്രായേലിന് സൈനികമായി ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഈ കരാറിലൂടെ ഉണ്ടാകും. നമുക്കറിയാം, UAE ഇപ്പോൾ അയൺ ഡോം അടക്കം, മാത്രമല്ല ഇസ്രായേലിന്റെ സൈനികരടക്കം അവരുടെ പ്രതിരോധത്തിനും അതുപോലെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനും വേണ്ടി UAE എത്തിയിരുന്നു എന്ന വാർത്ത വന്നിട്ടുണ്ട്. എന്നാൽ സമാനമായി ഈ രാഷ്ട്രങ്ങളിലെല്ലാം ഇസ്രായേലിന് സ്വാധീനം ലഭിക്കുന്ന ഒരു നീക്കമാണ് ഈ കരാറിലൂടെ ഉണ്ടാവുക. എന്നാൽ ഇതിനെ ഇപ്പോൾ ഈ രാഷ്ട്രങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ സമാനമായി തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇസ്രായേലുമായി യാതൊരുവിധ കരാറിലെത്താനും പാകിസ്ഥാൻ തയ്യാറല്ല. ഇത് പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചക്കും ആര് പറഞ്ഞാലും തയ്യാറല്ല എന്ന് പാകിസ്ഥാനും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപ് വളരെ നിരാശനാണ്. കാരണം ഈ യുദ്ധത്തിലൂടെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ട്രംപിന് സാധിച്ചില്ല. ഈ കരാറെങ്കിലും മുന്നോട്ട് വെച്ച് ഇസ്രായേലിന് വലിയ നേട്ടമുണ്ടാക്കി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി എന്ന് പറഞ്ഞെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. അതിനുപോലും വകയില്ലാതെ ആശങ്കയോടുകൂടെ തിരിച്ചു പോരേണ്ട സാഹചര്യമാണ് ഇറാനിൽ ട്രംപിന് ഉണ്ടായിരിക്കുന്നത്.